ആക്ച്വലി ചിന്നു നല്ലൊരു ഗായികയാണല്ലോ. അങ്ങനെയൊന്നുമില്ല ചേച്ചി. നല്ലൊരു ഗായിക ഞങ്ങളെ കൊണ്ടുവരെ ഈ പി പാട്ട് പാടിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ലക്ഷ്മിയുടെ വക ഇതിലൊരെണ്ണം കേൾക്കണം ഞാൻ ചെവിയിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ചെവി പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു പുള്ളിക്ക്. എല്ലാവരുടെയും ചെവി ഞാൻ പറഞ്ഞു കൊടുത്തോളാം. മ്യൂസിക് ഇടണോ? അയ്യോ വേണ്ട ചേച്ചി, പ്രതികാരം ചെയ്യണല്ലേ. അല്ല ഞാൻ ബാക്കി പറഞ്ഞു മനസ്സിലാവണ്ട. ഒരു മിനിറ്റ് ദേവസംഗീതം എടുത്തത് ഒരു മിനിറ്റ് നിങ്ങൾക്ക് കിട്ടൂട്ടോ. അതാണോ? ദേവസഭാതലം. ഏകാന്ത ചന്ദ്രികേ ആണോ? അങ്ങനെ നെഞ്ചുപൊട്ടുന്നൊരു പാട്ടാ. അത് നെഞ്ചുപൊട്ടുന്ന കാണുമ്പോ മനസ്സിലാവും. ഇത് കട്ടൻ ചായയും കട്ടൻ കാപ്പി അല്ല, ഉള്ളി വരാൻ. നല്ല ഗായിക്കാന്ന് പറയുകയും ചെയ്ത്. അല്ലല്ല, ഒന്നുകൂടെ അത് തന്നെ പറ. ഫസ്റ്റ് ലൈനാണ്. അല്ലത് ട്യൂൺ മാത്രമേ ഞങ്ങൾക്ക് പാട്ട് കിട്ടിയിട്ടില്ല. അജുവിനെ കിട്ടി. അല്ല, അജുവിനെ കിട്ടിയെങ്കിൽ അജു അതിൽ കൂടെ പറഞ്ഞു. അതിൽ കൂടെ പറഞ്ഞു. ഇതെന്നെ വട്ടാക്ക കിട്ടി. യോ സത്യമായിട്ട് കിട്ടി. ഒരു മിനിറ്റ്. ഓ മണിച്ചിത്ര താഴെ. അല്ല അല്ല അല്ല, അയ്യോ നിങ്ങൾ എന്റെ പാട്ട് ഇങ്ങനെ അല്ല. എന്റെ തെറ്റിക്കല്ലേ. ഒന്നുകൂടെ അടുത്തും കൂടി പാടി. ഏതാ ചാളയാണോ അതിന്? അടുത്തൊരു വരി. ചേച്ചി 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 ട്രാഫിക് ബ്ലോക്ക് ഇപ്പൊ മാറി ചേച്ചി. ഒരു ഊത്തും കൂടെ കൊണ്ട് ചേച്ചി. മൊബൈലിൽ കവർ ഉണ്ടാ ചേച്ചി. അല്ലേട്ടാ, ചേട്ടൻ എങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി? അതെ, സംഗീതം പഠിച്ചവർക്ക് അത് മനസ്സിലാകുക. നിങ്ങൾ ഒന്നും കൂടെ റിലേറ്റ് ചെയ്യണേ. ഞങ്ങളെ പോലെ സംഗീതം പഠിച്ചവര് ഒന്ന്. ആരെ വാ, കറക്റ്റ് അല്ലേ ഏട്ടാ? ഓ ഇനി അടുത്ത ഹരിമുരളി വരെ ചേച്ചി. ചേച്ചി എനിക്ക് ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ കൊണ്ട് മോള് പൊക്കോ, നന്നായിട്ടുണ്ട്. താങ്ക് യു ട്ടോ. ഇനി എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചാ മതി ചേട്ടാ. അപ്പൊ പൊളിട്ടാ. ശരി എന്നാ. അപ്പൊ എന്തായാലും എനിക്ക് ഹരിമുരളീരവം എന്നെ കൊണ്ട് പഠിപ്പിച്ചല്ലോ. പക്ഷെ ശരിക്കുള്ള ഹരിമുരളീരവം ഒരു ചാട്ടയുടെ രൂപത്തിൽ ഇന്നിപ്പം ഇങ്ങോട്ട് വരും.